അമേരിക്കയിലെ നെവാഡ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി നിഗൂഢതയായ ഏരിയ 51. അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള അപായ സൂചനാ ബോർഡുകൾ വെറും കാഴ്ചയ്ക്കുള്ളതല്ല. അമേരിക്കൻ മണ്ണിൽ സ്വന്തം പൗരന്മാർക്ക് പോലും പ്രവേശനമില്ലാത്ത ഈ പ്രദേശത്തിന് മുകളിലൂടെ ഒരു ചെറിയ ഡ്രോൺ പറത്തിയാൽ പോലും ഒരു മുന്നറിയിപ്പുമില്ലാതെ നിമിഷങ്ങൾക്കകം അത് വെടിയേറ്റ് വീഴും. അത്രത്തോളം കർശനമാണ് ഇവിടുത്തെ സുരക്ഷ. കാലങ്ങളായി അന്യഗ്രഹ ജീവികളുടെയും പറക്കും തളികയുടെയും പേരിൽ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഈ രഹസ്യ താവളത്തിന് പിന്നിൽ അധികമാരും ചിന്തിക്കാത്ത വളരെ തന്ത്രപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് കേവലം അന്യഗ്രഹ ജീവികളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ലോകത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ആധുനിക യുദ്ധോപകരണങ്ങളുടെയും രഹസ്യ നീക്കങ്ങളുടെയും കഥയാണത്. ഏരിയ 51നെ കുറിച്ചിട്ടുള്ള ഏറ്റവും കൗതുകകരമായ കാര്യങ്ങളിലൊന്ന് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ യാത്രയാണ്. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് സാധാരണ റോഡുകളിലൂടെ ആരും തന്നെ യാത്ര ചെയ്യുന്നില്ല. ലാസ് വേഗാസിലെ ഹാരി റീഡ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ദിവസവും നിരവധി വിമാനങ്ങൾ ഈ രഹസ്യ താവളത്തിലേക്ക് പറക്കുന്നുണ്ട്. ജാനറ്റ്, അതായത് ജസ്റ്റ് അനദർ നോൺ എക്സിസ്റ്റന്റ് ടെർമിനൽ, അല്ലെങ്കിൽ ജോയിന്റ് എയർ നെറ്റ്വർക്ക് ഫോർ എംപ്ലോയി ട്രാൻസ്പോർട്ടേഷൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ വിമാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെള്ള നിറത്തിൽ ചുവന്ന വരകൾ മാത്രമുള്ള ഈ ബോയിങ് വിമാനങ്ങളിൽ എയർലൈൻ ലോഗോകളോ മറ്റ് പേരുകളോ ഉണ്ടായിരിക്കില്ല. വളരെ സാധാരണക്കാരായ ആളുകളെ പോലെ വിമാനത്താവളത്തിലെത്തുന്ന ഇവർ തങ്ങളുടെ കുടുംബത്തോട് പോലും എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്താൻ അനുവാദമില്ലാത്തവരാണ്. രാവിലെ ഈ രഹസ്യ വിമാനങ്ങളിൽ കയറി നെവാഡ മരുഭൂമിയിലെ ഗ്രൂം ലേക്ക് എന്ന ഉണങ്ങിയ തടാകത്തിന് സമീപമുള്ള ബേസിലേക്ക് പോകുന്ന ഇവർ വൈകുന്നേരം തിരികെ വരുന്നു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഈ യാത്രകൾ തന്നെ ഏരിയ 51ന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഈ ജീവനക്കാർ അവിടെ കൃത്യമായി എന്താണ് ചെയ്യുന്നതെന്ന് ഇന്നും അമേരിക്കൻ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഏറ്റവും രസകരമായ വസ്തുത എന്തെന്നാൽ, ലോകം മുഴുവൻ ഏരിയ 51നെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുമ്പോഴും 2013 വരെ അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി ഇങ്ങനെയൊരു സ്ഥലം ഭൂമിയിലുള്ളതായി സമ്മതിച്ചിട്ട് പോലുമില്ല എന്നതാണ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ രഹസ്യമായി ആയുധങ്ങളും ചാരവിമാനങ്ങളും നിർമ്മിക്കുന്നതിനായി അമേരിക്കൻ ചാര സംഘടനയായ CIA ആണ് ഈ പ്രദേശം തെരഞ്ഞെടുക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങളിൽ പോലും ഈ പ്രദേശം മറച്ചുവെക്കാൻ അമേരിക്കൻ ഭരണകൂടം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട ദുരൂഹതകൾക്കും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്ന ചില CIA രേഖകളിലൂടെ 2013 മാത്രമാണ് അമേരിക്കൻ സർക്കാർ ഈ സ്ഥലത്തിന്റെ അസ്തിത്വം അംഗീകരിച്ചത്. അപ്പോഴും അതൊരു അന്യഗ്രഹ ജീവി ഗവേഷണ കേന്ദ്രമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല, മറിച്ച് വ്യോമസേനയുടെ രഹസ്യ പരീക്ഷണങ്ങൾക്കായുള്ള താവളമാണെന്നാണ് അവർ ഔദ്യോഗികമായി അറിയിച്ചത്. ഒരു ജനാധിപത്യ രാജ്യം സ്വന്തം ജനതയിൽ നിന്നും ലോകത്തിൽ നിന്നും ഒരു വലിയ ഭൂപ്രദേശം പതിറ്റാണ്ടുകളോളം പൂർണ്ണമായും മറച്ചുവെച്ചു എന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. ഏരിയ 51നെ കുറിച്ച് നാം കേട്ടിട്ടുള്ള കഥകളിൽ ഏറ്റവും പ്രചാരമുള്ളത് അവിടെ അന്യഗ്രഹ ജീവികളെയും തകർന്നു വീണ പറക്കും തളികയെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ഒരു സൈനിക തന്ത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അന്യഗ്രഹ ജീവികളെയോ പറക്കും തളികയോ അല്ല അവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് ശത്രുരാജ്യങ്ങൾ അറിയാതെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സൂപ്പർ സോണിക് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും നിർമ്മിക്കാനും പരീക്ഷിക്കാനുമാണ് അമേരിക്ക ഈ കേന്ദ്രം ഉപയോഗിച്ചത്. 60കളിലും 70കളിലും അമേരിക്ക പരീക്ഷിച്ച U-2, SR-71, ബ്ലാക്ക്ബേർഡ് തുടങ്ങിയ ചാരവിമാനങ്ങൾ സാധാരണ വിമാനങ്ങളെക്കാൾ വളരെ ഉയർന്ന ശബ്ദ വേഗതയിലും 10,000-കണക്കിന് അടി ഉയരത്തിലുമാണ് പറന്നിരുന്നത്. വൈകുന്നേരങ്ങളിൽ ഈ വിമാനങ്ങൾ പറക്കുമ്പോൾ സൂര്യപ്രകാശം തട്ടി തിളങ്ങുന്നത് കണ്ട സാധാരണക്കാരും കൊമേഴ്ഷ്യൽ പൈലറ്റുമാരും അത് പറക്കും തളികകളാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ അമേരിക്കൻ സൈന്യവും സർക്കാരും ഈ തെറ്റിദ്ധാരണ തിരുത്താൻ തയ്യാറായില്ല. തങ്ങളുടെ പുതിയ അത്യാധുനിക ആയുധങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും വിവരങ്ങൾ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾ അറിയാതിരിക്കാൻ പറക്കും തളിക കഥകൾ ഒരു മറയായി അമേരിക്കൻ സൈന്യം തന്നെ മനഃപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു. ആളുകൾ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൈന്യത്തിന് യാതൊരു തടസ്സവുമില്ലാതെ തങ്ങളുടെ ആയുധ പരീക്ഷണങ്ങൾ തുടരാൻ സാധിച്ചു. ഇന്നും സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഡ്രോണുകളും പോർ വിമാനങ്ങളും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്ന് സാങ്കേതികവിദ്യ ഏറെ മാറിയിട്ടും ഏരിയ 51ന്റെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. മരുഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള അത്യാധുനിക മോഷൻ സെൻസറുകൾ വഴി ഒരു മൃഗം അതിർത്തി കടന്നാൽ പോലും സൈന്യത്തിന് അറിയാൻ സാധിക്കും. കാമോ ഡ്യൂട്ട്സ് എന്നറിയപ്പെടുന്ന സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കുകളുമായി എപ്പോഴും അതിർത്തിയിൽ റോന്തു ചുറ്റുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്റ്റോം ഏരിയ എന്ന പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സ്ഥലം ആക്രമിക്കാൻ പദ്ധതിയിട്ടെങ്കിലും സുരക്ഷാ സേനയുടെ കർശനമായ മുന്നറിയിപ്പുകൾക്ക് മുന്നിൽ ആ നീക്കം പരാജയപ്പെടുകയാണുണ്ടായത്.
അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം മുഴുവൻ അന്യഗ്രഹ ജീവികൾക്കായി ആകാശത്തേക്ക് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി തങ്ങളുടെ ശത്രുക്കളെ തകർക്കാനുള്ള അത്യാധുനിക ആയുധങ്ങൾ മരുഭൂമിയുടെ മറവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഏരിയ 51 എന്നത് കേവലം ഒരു ആധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന ഒരു സൈനിക കേന്ദ്രം മാത്രമാണോ? അതോ ഇന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അന്യഗ്രഹ ജീവികളുടെ കഥകൾ പറഞ്ഞ് അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ അമേരിക്കൻ സർക്കാർ അവിടെ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ? ഉത്തരമില്ലാത്ത ആ ചോദ്യം ഇന്നും ആ മരുഭൂമിയിലെ കാറ്റിൽ അലയടിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.